സുധാകരനെ ചുറ്റിപ്പറ്റിയുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന സംഘർഷങ്ങളും അതിന്റെ തീരുമാനവുമാണ്. കെ സുധാകരൻ കണ്ണൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകും എന്ന സൂചനകൾ പ്രബലപ്പെടുന്നു. അങ്ങനെ പറയാൻ കഴിയുള്ളൂ അല്ലെ? ആ ലിസ്റ്റ് വന്നിട്ടില്ല. പക്ഷേ സുധാകരന് വേണ്ടി എ കെ ആന്റണിയുടെ അതിനിർണായകമായ ഇടപെടൽ ഉണ്ടായി എന്നാണ് എ കെ ആന്റണിയുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. എ കെ ആന്റണി കെ സുധാകരനെ വിളിച്ചു, അനുനയിപ്പിച്ചു. ഇതൊഴിവാക്കണമെന്ന് ഹൈക്കമാൻഡിനോട് എ കെ ആന്റണി അഭ്യർത്ഥിച്ചു. എ കെ ആന്റണിയുടെയും രമേശ് ചെന്നിത്തലയുടെയും നിർണായകമായ രക്ഷാപ്രവർത്തനം കോൺഗ്രസിൽ അനിവാര്യമായിക്കൊണ്ടിരുന്ന ഒരു പിളർപ്പിനെ ഈ നിമിഷം ഒഴിവാക്കിയിരിക്കുകയാണ്. ഹൈക്കമാൻഡ് ഒരു പുനർവിചിന്തനത്തിന് കണ്ണൂർ സീറ്റിനെ വിധേയമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ കെ സുധാകരൻ തന്നെ കണ്ണൂരിൽ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കും. നേരത്തെ നോക്കൂ, രതീഷ് കെ സി വേണുഗോപാൽ വിളിച്ചപ്പോൾ എന്നാൽ ശരി ഗുഡ് ബൈ എന്ന് പാർട്ടിയോട് പറഞ്ഞു. ആ ഗുഡ് ബൈയിൽ എല്ലാം ഉണ്ടായിരുന്നു. കെ സുധാകരന്റെ നിലപാട് എന്താണ് എന്ന ബോധ്യം ആ ഗുഡ് ബൈയിൽ ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ ബി ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്തത്. അത് ആ ഗൗരവം ബോധ്യപ്പെട്ടു. അതിന് പിന്നാലെ രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ ഇടപെടൽ ഉണ്ടാകുന്നു. അതിനിടയിലാണ് എ കെ ആന്റണിയുടെ കോൾ. ആ കോൾ അത് വളരെ പ്രധാനമായി. എ കെ ആന്റണി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇടപെടുകയാണ്. ജനം ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ. ഇതിനെല്ലാം കുഴപ്പമാക്കുമോ എന്നൊരു ധ്വനി കൂടി ഉണ്ടായിരുന്നു എ കെ ആന്റണിയുടെ പ്രതികരണത്തിൽ. തീർച്ചയായിട്ടും ആ സുധാകരന്റെ ഗുഡ് ബൈയിൽ ഒരു മണിക്കൂറോളം കോൺഗ്രസ് വിറകൊണ്ടു അക്ഷരാർത്ഥത്തിൽ മുൾമുനയിലായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും. അപ്പോഴാണ് അറകപ്പറമ്പിൽ കുര്യൻ ആന്റണി ഒരു രക്ഷകനായി അവതരിക്കുന്നത്. മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാക്കാനുള്ള സാഹചര്യം കെ സുധാകരൻ ഒഴിവാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് എ കെ ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞത്. എ കെ ആന്റണി പറഞ്ഞ വാചകങ്ങൾ കേൾക്കാം. ഞാൻ സുധാകരനോട് ദീർഘമായി സംസാരിച്ചു. കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ജീവൻ പണയപ്പെടുത്തി പോരാടിയ ആളാണ് സുധാകരൻ. അതുകൊണ്ട് ഒരിക്കലൊരു മൂന്നാമത് ഭരണം അവർക്കുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പാർട്ടിയുടെ തീരുമാനം അനുസരിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമോ കണ്ണൂർ തന്നെ? ഞാൻ പറഞ്ഞാലല്ലേ ഞാൻ പറഞ്ഞത്, എന്ത് പ്രയാസമുണ്ടെങ്കിലും അവിടെ ജീവൻ പണയപ്പെടുത്തി മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി പോരാടിയ സുധാകരൻ ഒരു മൂന്നാം മാർക്സിസ്റ്റ് ഭരണം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ പ്രയാസമുണ്ടെങ്കിലും അത് സഹിച്ചുകൊണ്ട് പാർട്ടി നിലനിൽക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിച്ചത്. എ കെ ആന്റണിയുടെ വാക്കുകളിൽ വാചകത്തിൽ 2-3 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അത്ര വിസിബിളായ നേതാവല്ല, ഞാൻ വിസിബിലിറ്റി ഇല്ലാതെ നിൽക്കുകയാണ്. ഔദ്യോഗിക നേതാക്കൾ അക്കാര്യങ്ങൾ തീരുമാനമെടുക്കും. പക്ഷേ എനിക്ക് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന ധ്വനിയിലാണ് അദ്ദേഹം സംസാരിച്ചത്.